ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ഇന്നൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് നമുക്കൊരു മിക്സിഡ് ജാറിലേക്ക് 1/2 കപ്പ് അവിൽ ചേർക്കാം. ഏത് തരം അവിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് കുതിർത്തെടുത്ത് വെച്ച അവിലാണ്, അപ്പോൾ ഇത് 1/2 കപ്പ് ചേർക്കുന്നുണ്ട്. അവിലിന് പകരം നമുക്ക് ചോറായാലും ഉപയോഗിക്കാം. പിന്നെ അതേ അളവിൽ തന്നെ 1/2 കപ്പ് തേങ്ങയും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തന്നെ വെള്ളം കൂടി ഒഴിച്ചിട്ട് അരച്ചെടുക്കണം. ഇളം ചൂടായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് അരച്ചെടുത്തു. ഇനി ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പൊടി ചേർക്കാം. അപ്പോൾ ഗോതമ്പൊടി മുഴുവനായിട്ടും ചേർക്കാതെ കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അരച്ചെടുക്കാം. അല്ലെങ്കിൽ പിന്നെ അവിടെ ആയിട്ട് കട്ട പിടിച്ചിരിക്കും. അപ്പോൾ ആദ്യം ഒരു അരഭാഗം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നീട് നമ്മൾ ബാക്കിയുള്ളതും കൂടി ചേർക്കാം. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ 2 കപ്പ് ഗോതമ്പൊടിയാണ് നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടത്. അപ്പോൾ മൊത്തമായിട്ട് ചേർക്കുന്നില്ല. ആദ്യം 1 കപ്പ് ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തന്നെ വെള്ളം കൂടി ഒഴിച്ചിട്ട് അരച്ചെടുക്കണം. ഇളം ചൂടായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ള 1 കപ്പ് ഗോതമ്പൊടി വീണ്ടും അതേ മിക്സ്ഡ് ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് വീണ്ടും ഇളം ചൂടായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ റെസിപ്പിക്ക് മൊത്തം നമ്മൾ ഒഴിക്കുന്ന വെള്ളം കുറച്ച് ചൂടുള്ള വെള്ളം തന്നെ ഉപയോഗിക്കുക. തണുത്ത വെള്ളം ഉപയോഗിക്കരുത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ചേർക്കാം. പിന്നെ നമുക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് അപ്പത്തിന് എത്ര മധുരം വേണോ അതിനനുസരിച്ച് നോക്കി ചേർത്താൽ മതി. ഇത് വീണ്ടും ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പിലോട്ട് ഇതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ 2 കപ്പ് ഗോതമ്പൊടി നമുക്ക് ഒറ്റയടിക്ക് മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ അരച്ചിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പരുവത്തിലാക്കിയെടുത്താൽ മതി. ഒരുപാട് ലൂസും അല്ല, അതേസമയം ഒരുപാട് കട്ടിയായിട്ടുള്ള ഉള്ളത്. ഇനി നമ്മൾ ഈ മാവ് ഒന്ന് ഫെർമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അരമണിക്കൂർ നമ്മളിത് മാറ്റി വെക്കേണ്ടി വരും. അപ്പോൾ അടച്ചു വെച്ചിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട ഒരു സിമ്പിൾ കറിയും കൂടി തയ്യാറാക്കാം. അതിനായിട്ട് 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഉരുളക്കിഴങ്ങൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം ആവശ്യത്തിന് കടുക് ചേർക്കാം. അപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും 8 വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് അത് ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളകും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. കൂടെ തന്നെ ഒരു വലിയ സവാളയും കൂടി സ്ലൈസ് ചെയ്തതാണ് അതും കൂടി ചേർക്കാം. ഇനി നല്ലതുപോലെ ഇത് വഴറ്റിയെടുക്കണം. ഉള്ളിയുടെ കളറൊക്കെ അത്യാവശ്യം ഒന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് മൂക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊരു കളറൊക്കെ മാറി കിട്ടിയാൽ മതിയാവും. ഉള്ളി ഇവിടെ വഴറ്റിയെടുത്തു. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ പൊടികളുടെ ഒരു പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. പൊടികളൊക്കെ വഴറ്റിയെടുത്തു. ഇനി ഇതിലോട്ട് 2 തക്കാളിയും കൂടി ചേർക്കാം. മീഡിയം സൈസായിട്ടുള്ള 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഈ തക്കാളിയും നല്ലതുപോലെ സോഫ്റ്റായി കിട്ടണം. തക്കാളി വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ചെടുത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ആ വെള്ളത്തോട് കൂടി തന്നെ ചേർക്കാം. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിരുന്നു, അതുകൊണ്ട് നോക്കിയിട്ട് ഉപ്പൊക്കെ ചേർത്താൽ മതി. കുറച്ചും കൂടി വെള്ളം ചേർക്കണം. അതിന് മുമ്പായിട്ട് ഉരുളക്കിഴങ്ങ് കുറേശ്ശെ ഒന്ന് ഉടച്ചു കൊടുക്കാം. കുറച്ചൊരു കട്ടി കിട്ടും. 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരല്പം കരിവേപ്പിലയും കൂടി വിതറി കൊടുക്കാം. അതിനുശേഷം ഈ കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അത്രേ വേണ്ടൂ. ഇപ്പോൾ കറി ഏകദേശം ഒന്ന് തിളയ്ക്കാറായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കാം. ഇത് അവസാനം നമ്മളിതുപോലെ ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ കറി നന്നായിട്ട് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ കറി റെഡിയാണ്. ഇതിപ്പോൾ കാണുമ്പോൾ കുറച്ച് ലൂസായിട്ട് തോന്നും, പക്ഷേ ഇത് തണുത്ത് കഴിയുമ്പോൾ പാകത്തിനുള്ള കുറുകിയ ചാറായിട്ട് തന്നെ കിട്ടും.
നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് അതിനനുസരിച്ച് നോക്കി ചേർത്താൽ മതി. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് മാവും റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഫെർമെൻ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 1.5 സ്പൂൺ മാവ് ഒഴിച്ചിട്ട് കുറച്ച് കട്ടിയിൽ തന്നെ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ഇതുപോലെ നന്നായിട്ട് ബബിൾസൊക്കെ വന്നതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഒരു സൈഡ് തന്നെ കുക്ക് ചെയ്താൽ മതിയാവും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇത്രയുള്ളൂ, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് അപ്പവും ഉരുളക്കിഴങ്ങ് കറിയാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.